ഞാനിപ്പോൾ നിൽക്കുന്നത് യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ്. നിൽക്കുകയാണ് ഈ കട. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റ് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ എത്ര രൂപ റേഞ്ചിലാണ് വണ്ടിയൊക്കെ വരുന്നത്? നമുക്ക് ഒരു ഒന്നര ടു ഒന്നര റേഞ്ചിലേക്ക് നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്. ഒരു കൊണ്ട് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 ഷോറൂം വരുന്നുണ്ട്. ഒന്ന് ഇവിടെ കൈപ്പടമുകളും ഒന്ന് കളമശ്ശേരിയിലും 2 ഷോറൂം വരുന്നുണ്ട്. അപ്പൊ 2 ഷോറൂമിലായിട്ട് ഈ പറഞ്ഞ 1 lakh തൊട്ടിട്ട് നമുക്ക് മേളിലേക്കുള്ള വണ്ടികൾ കിടക്കുന്നുണ്ട്. 1 രൂപക്ക് നമുക്ക് കിടക്കുന്നത് 2006 മോഡൽ വാഗണാർ LXI. അത് വരുന്നത് നമുക്ക് കളമശ്ശേരി ഷോറൂം ഉണ്ട്, അവിടെയാണ് ആ വണ്ടി കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ നിലവിൽ ഏറ്റവും ലോ ബഡ്ജറ്റ് കിടക്കുന്നത് ZST-ലോയാണ്. 2010 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 50-60% ടയർ കണ്ടീഷൻ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇനി ക്ലീൻ പീസ് വണ്ടിയാണ്. ആകെ 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. റേറ്റ് ചോദിക്കുന്നത് 1.5 നമുക്ക് നേരിട്ട് നെഗോസിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് റിമോട്ട് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് വരുമ്പോൾ നമുക്കൊരു 175, അതായത് 2013 ഇയർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് നോക്കിയാൽ ഇപ്പോൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ഉണ്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ നീറ്റ് ആണ്. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്, ബാക്ക് 2 ടയർ ഏകദേശം ആവറേജ് കണ്ടീഷൻ. ഇത് നമ്മൾ റേറ്റ് വരുന്നത് 175. ഇത് നമുക്കൊരു 2 ഇയർ 3 ഇയർ ഒക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ നെക്സ്റ്റ് വണ്ടി വരുന്നത് 2017 മോഡൽ തിയാഗോ XZ ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇതിന് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 2 എയർ ബാഗ്, ABS, സീറ്റ് കവർ വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ട് പുള്ളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 50-60% ടയർ കണ്ടീഷൻ ഉണ്ട്. വണ്ടിക്ക് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഇന്ത്യ ക്ലീൻ ആണ്. 35,000 കിലോമീറ്ററിലാണ് വണ്ടി ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 390. അതിൽ നമുക്കൊരു 80% ഒക്കെ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും, അതായത് ഒരു 2012 മേളിലേക്കുള്ള വണ്ടികൾ നമുക്കൊരു 70-80-90% വരെ നമുക്ക് ലോൺ ചെയ്യാം. നമ്മുടെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് ലോൺ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 മോഡൽ അമേസ് ആണ്. അമേസ് മാനുവൽ ഡീസൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്ന 68,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 70% ടയർ കണ്ടീഷൻ ഉണ്ട്. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അതായത് 2 എയർ ബാഗ്, ABS, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് പറഞ്ഞാൽ 380. ഇതിനും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2 ഇയർ 3 ഇയർ നമുക്ക് ഫിനാൻസ് ചെയ്യാം. അതാ പറഞ്ഞത്, 2012 മേളിലേക്കുള്ള വണ്ടികൾക്കൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ചില വണ്ടികൾക്ക് നമുക്ക് ഇപ്പൊ 90% ഫിനാൻസ് ചെയ്യാൻ പറ്റും, ചില വണ്ടികൾക്ക് 70% പറ്റുള്ളൂ. അപ്പൊ അതൊരു വണ്ടി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുക. പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈലും കൂടെ അതിനൊരു അടിസ്ഥാനമായിരിക്കും. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2020 മോഡൽ i20 ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്, ആസ്ത ഓപ്ഷനൽ, പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 74,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 7,40,000 രൂപ. ഇതിനും നമുക്ക് 80%-90% ലോൺ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ആണ്, 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓൺ റോഡ് ഏകദേശം ഒരു 13-അടുത്തുണ്ട് വില. വിലയുള്ള വണ്ടിയാണ്. 7,45. 2020 മോഡൽ ആസ്ത ഓപ്ഷണൽ 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ഫീച്ചേഴ്സ് വരുന്നത് 6 എയർ ബാഗ്, ABS, അലോയ്സ്. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 50% ടയർ കണ്ടീഷൻ ഉണ്ട്. ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്, കീലെസ് എൻട്രി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 7,40,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫിക്സഡ് അല്ല, നമുക്ക് പറഞ്ഞ ഏത് റേറ്റ് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ വണ്ടി നെഗോഷ്യബിൾ ആണ്. ഇവിടെ വന്ന് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2013 മോഡൽ XUV 500. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 690 ആണ്. അത് ആ ഒരു കിലോമീറ്ററിന്റെ ഓണർഷിപ്പിന്റെ ബേസിലാണ്. നമുക്കിപ്പോൾ ഒരു മാർക്കറ്റ് പ്രൈസിനെക്കാട്ട് ഒരു പൊടിക്ക് ചെയ്യാന്ന് എനിക്കറിയാം, പക്ഷെ വണ്ടിയുടെ ക്വാളിറ്റി അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇതിനിപ്പോൾ ടയർ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% ടയർ കണ്ടീഷൻ ഉണ്ട്.
നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന് പറഞ്ഞ പോലെ 8 എയർ ബാഗ് ABS കാര്യങ്ങൾ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2013 ഇറങ്ങിയ W8 എന്നാണ് വേരിയന്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. ചോദിക്കുന്ന റേറ്റ് 690 നെഗോഷ്യബിൾ ആണ്. ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഇതിലുള്ള മിക്ക വണ്ടി ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടു തന്നെ നമുക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം ചെയ്യാം. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2018 മോഡൽ ക്രെറ്റ ഡീസൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നത് 68 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ആ വണ്ടി കമ്പനി സർവീസ് തന്നെയാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ വണ്ടി കമ്പനി സർവീസ് തന്നെയാണ്. ഇതും കമ്പനി സർവീസ് തന്നെ. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ അഡീഷണലി സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുൾ ബ്ലാക്ക് ആണ്. വണ്ടി കാണാൻ അതിനനുസരിച്ചുള്ള ഭംഗിയുണ്ട് വണ്ടിക്ക്. ഇതിനും സൺറൂഫ് വരുന്ന വണ്ടിയാണ്. 18 മോഡൽ ക്രെറ്റ SX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 68 കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 12,300. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനും നമുക്കൊരു 80% 90% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2014 മോഡൽ ഹോണ്ട സിറ്റി ആണ്. ഹോണ്ട സിറ്റി പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 93. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് 495 495. ഇതിനും നമുക്ക് ഏകദേശം 80-90% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പെട്രോള് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 93. ചോദിക്കുന്ന റേറ്റ് 495. അതെ, അതായത് 14 മോഡൽ SMT ആണ് വേരിയന്റ് വരുന്നത്. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന ഇയോൺ ആണ്. അത് ഇയോണ്ട് കയറി വരുന്നത് പറഞ്ഞാൽ 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 148 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. വണ്ടിക്ക് ടയർ കണ്ടീഷൻ 4 പുതിയതാണ്. പിന്നെ സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 1,70,000. 15 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഇതിനകത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയാനുള്ളത് ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് മാത്രം, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഏകദേശം ഒരു 50 രൂപയൊക്കെ ഡൗൺ അടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. സുഖമായിട്ട് ഈ വണ്ടിക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2020 മോഡൽ ക്വിഡ് ഓട്ടോമാറ്റിക് ആണ്. 2020 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 30,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇതിന് നമുക്ക് ഏകദേശം ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 435 ആണ്. ഇതിന് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 40 രൂപ 50 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു 5 ഇയർ ഒക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതായത് 5 ഇയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പെർ ലാക്കിന് ഒരു 2,200 2,300 ഒക്കെ പെർ ലാക്കിന് ഏകദേശം. ഇപ്പൊ നമ്മളൊരു വണ്ടി 5 വർഷത്തേക്ക് ഫിനാൻസ് ഇടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വണ്ടി 5 വർഷത്തേക്ക് ഫിനാൻസ് ഇടണമെങ്കിൽ ഏകദേശം പെർ ലാക്കിനാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,200 to 2,300 അതായത് ഇപ്പൊ ഒരു 5 വർഷം ഇടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഓരോ ലക്ഷത്തിനും അതിന്റെ ഇരട്ടി കൂടിക്കൊണ്ടിരിക്കും. ഇതിന്റെ വേരിയന്റ് വരുന്നത് RXL ആണ് കേട്ടോ. കിഡിന്റെ വേരിയന്റ് വരുന്നത് RXL ഓട്ടോമാറ്റിക്. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2017 ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ വരുന്ന ബലേനോ ഡീസൽ സീറ്റയാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70-80% ടയർ കണ്ടീഷൻ ഉണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത് 2 എയർ ബാഗ് ABS അലോയ്സ് സീറ്റ് കവർ ഉണ്ട്. പിന്നെ പുള്ളി അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. അതാണ് ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്. ഈ വണ്ടി ഡീസലാണ്, ഡീസൽ മാനുവൽ. ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 690. ഇതിനും നമുക്ക് ഏകദേശം 70-80-90% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ 2014 മോഡൽ സ്വിഫ്റ്റ് മാനുവൽ പെട്രോൾ VXI സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 86,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 410 ആണ്. നെഗോഷ്യബിൾ ആണ്. വന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിക്ക് ടയർ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60-70% ടയർ കണ്ടീഷൻ ഉണ്ട്. VXI വേരിയന്റ് ആണ്. പെട്രോൾ ആണ്. 2014 സ്വിഫ്റ്റ് VXI.
4 ലക്ഷം നമുക്ക് ഫൈനലായിട്ടൊരു 395 ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വണ്ടിക്ക് ഓർമ്മ എത്ര വരും? ഓൺ റോഡ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഷേപ്പ് അല്ല, ഇത് കുറച്ചിന് മുമ്പുള്ള ഷേപ്പാണ്. ഈ ഷേപ്പ് ഒരു 17 വരെയാണ് ഈ ഷേപ്പ് ഇറങ്ങിയിട്ടുള്ളൂ. 18 മുതൽ വണ്ടി വേറെ ഷേപ്പിലേക്കായി. ഇപ്പൊ ഇറങ്ങുന്നത് വേറെ ഷേപ്പാണ്. 22-ന് ശേഷം വണ്ടി വേറെ ഷേപ്പിലാണ് ഇറങ്ങുന്നത്. നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മോഡൽ ഇയോൺ ആണ്. 17 ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 265 ഇതിനും ഏകദേശം ഒരു 40 രൂപ 50 രൂപ നമ്മുടെ ഡൗൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5 ഇയർ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ പറയുന്നത് ഏകദേശം ഒരു 60-70% ടയർ കണ്ടീഷൻ ഉണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫീച്ചേഴ്സ് വരുന്നത് AC, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, സീറ്റ് കവർ വരുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ ആവറേജ് അടിപൊളിയാണ്. മൊത്തത്തിൽ ഈ ഒരു ഷോറൂം മാത്രമേ ഈ ഒരു ഷോറൂം അല്ല, നമുക്ക് കളമശ്ശേരിയിലും കൂടെ ഒരു ഷോറൂം ഉണ്ട്. കളമശ്ശേരി ഇതിപ്പോ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് കാക്കനാടേക്ക് പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൈപ്പടമുകൾ ബസ് സ്റ്റോപ്പിന്റെ നേരെ പൊക്കത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു ഷോറൂം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയില്, അതായത് ആലുവ ടു എടപ്പള്ളി ഹൈവേയില് NH നമ്മുടെ അപ്പോളോ ടയർസിന്റെ ഓപ്പോസിറ്റ്, അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് മെട്രോ പില്ലർ നമ്പർ 257 അടുത്താണ് നമുക്ക് ഒരു ഷോറൂം കൂടെ ഉള്ളത്. അവിടെയും വെറൈറ്റീസ് വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ 2 ഷോറൂം സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ട് തോന്നണം. മെയിൻ ആയിട്ട് നമുക്ക് ഫാമിലി ബഡ്ജറ്റ് കൂടുതൽ വണ്ടികളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ബഡ്ജറ്റിനുള്ളിൽ ക്വാളിറ്റി വണ്ടീസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. നമുക്കിപ്പോ പറഞ്ഞാൽ 2012 മേലുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. കസ്റ്റമറുടെ പ്രൊഫൈലോട് അനുസരിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരുവിധപ്പെട്ട ബാങ്കുകളൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട് ഫിനാൻസിന് വേണ്ടിയിട്ട്. മെയിനായിട്ട് ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ഒരു കാർ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഷോറൂമിൽ വന്നാൽ എന്തായാലും എന്തായാലും കിട്ടും, എന്തായാലും ഒരു വണ്ടി അവർക്ക് കിട്ടും. പിന്നെന്താ, ഇപ്പൊ അവർക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പൊ ചെക്ക് ചെയ്യിക്കാം. അതായത് ഇപ്പൊ അവർക്ക് മെക്കാനിക് ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ചെക്ക് ചെയ്യിക്കാം. വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എല്ലാം ഓക്കെയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വണ്ടി നോക്കിയാൽ മതി. അത്ര ഗ്യാരണ്ടിയാണ് പറയുന്നത്. നിങ്ങള് വന്നിട്ട് നിങ്ങൾ തന്നെ നോക്കണ്ട, അവരുടെ കൂടെ ആരെങ്കിലും വന്ന് അവര് അതെ, നമ്മൾ ഒരു പ്രാവശ്യം എന്തായാലും ചെക്ക് ചെയ്യും വണ്ടികളല്ല. അവിടെ വരുന്ന വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇടുന്നത്. അപ്പൊ അവർക്കും കൂടെ നമുക്കൊരു ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള ചെക്ക് അവർക്ക് ചെയ്യാം. അങ്ങനത്തെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡീൽ ചെയ്താൽ മതി. കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതല്ല, നേരെ കളമശ്ശേരിയിലോട്ട് പോകും. കളമശ്ശേരിയും ഈ ലൊക്കേഷൻ ഇത് കൈപ്പടമുകളും കൈപ്പളമുക്കും കൈപ്പശ്ശേരി അല്ലേ? കൈപ്പടമുകളും കളമശ്ശേരി 2 ലൊക്കേഷൻ